രണ്ട് രാജാക്കന്മാർ അദ്ധ്യായം 14. അമസ്യ യൂദാ രാജാവ്. ഇസ്രായേൽ രാജാവായ യെഹോവാഹാസിൻ്റെ പുത്രൻ യെഹോവാഷിൻ്റെ 2-ാം ഭരണവർഷം യൂദാ രാജാവായ യോവാഷിൻ്റെ പുത്രൻ അമസ്യ ഭരണമേറ്റു. അപ്പോൾ അവന് 25 വയസ്സുണ്ടായിരുന്നു. അവൻ ജെറുസലേമിൽ 29 വർഷം ഭരിച്ചു. ജെറുസലേമിലെ യഹോവദിൻ ആയിരുന്നു അവൻ്റെ അമ്മ. അവൻ കർത്താവിൻ്റെ മുൻപിൽ നന്മ ചെയ്തെങ്കിലും പിതാവായ ദാവീദിനെ പോലെ ആയിരുന്നില്ല. അവൻ പിതാവായ യോവാഷിൻ്റെ പ്രവൃത്തികൾ പിന്തുടർന്ന് പൂജാഗിരികൾ നശിപ്പിച്ചില്ല. ജനം അവയിൽ ബലികളും ധൂപാർച്ചനയും തുടർന്നു. രാജാധികാരം ഉറച്ചയുടനെ അവൻ തൻ്റെ പിതാവിനെ നിഗ്രഹിച്ച് ഭൃത്യന്മാരെ വധിച്ചു. എന്നാൽ അവൻ ആ ഘാതകരുടെ മക്കളെ കൊന്നില്ല. മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ചാണ് ഇത്. അതിനാൽ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു, മക്കളുടെ തെറ്റിന് പിതാക്കന്മാരോ പിതാക്കന്മാരുടെ തെറ്റിന് മക്കളോ വധിക്കപ്പെടരുത്. വധിക്കപ്പെടുന്നത് ഓരോരുത്തരുടെയും പാപത്തിന് ശിക്ഷയായിട്ടായിരിക്കണം. അവൻ 10,000 ഏദോമ്യരെ ഉപ്പുതാഴ്വരയിൽ വച്ച് കൊല്ലുകയും മിന്നലാക്രമണത്തിലൂടെ സേല പിടിച്ചടക്കുകയും ചെയ്തു. അത് ഇന്നും യോക്തേൽ എന്ന് അറിയപ്പെടുന്നു. അനന്തരം അമസ്യ യേഹുവിൻ്റെ പൗത്രനും യഹോവാസിൻ്റെ പുത്രനും ഇസ്രായേൽ രാജാവുമായ യഹോവാഷിനെ കൂടിക്കാഴ്ചയ്ക്ക് ദൂതന്മാരെ അയച്ച് ക്ഷണിച്ചു. ഇസ്രായേൽ രാജാവായ യഹോവാഷ് യൂദാ രാജാവായ അമസ്യായ്ക്ക് ഈ സന്ദേശം അയച്ചു. ലെബനോനിലെ ഒരു മുൾച്ചെടിയും ലെബനോനിലെ കാരകിലിനോട് ഇങ്ങനെ പറഞ്ഞയച്ചു, നിന്റെ പുത്രിയെ എൻ്റെ പുത്രന് ഭാര്യയായി നൽകുക. ലെബനോനിലെ ഒരു വന്യമൃഗം ആ വഴി വന്ന് മുൾച്ചെടിയെ ചവിട്ടി തേച്ച് കളഞ്ഞു. നീ ഏദോമിനെ തകർത്തു, അതിൽ നീ അഹങ്കരിക്കുന്നു. കിട്ടിയ പ്രശസ്തിയും കൊണ്ട് അടങ്ങിക്കഴിയുക. നിനക്കും യൂദായ്ക്കും എന്തിന് നാശം വിളിച്ചു വരുത്തുന്നു? എന്നാൽ അമസ്യ കൂട്ടാക്കിയില്ല. അതിനാൽ ഇസ്രായേൽ രാജാവായ യഹോവാഷ് യുദ്ധത്തിന് പുറപ്പെട്ടു. യൂദായിലെ ബത്ത്ഷേമിഷിൽ വെച്ച് അവർ ഏറ്റുമുട്ടി. യൂദാ തോറ്റോടി. ഇസ്രായേൽ രാജാവായ യഹോവാഷ് ബത്ത്ഷേമെഷിൽ വെച്ച് അഹസിയായുടെ പൗത്രനും യോവാഷിൻ്റെ പുത്രനും യൂദാ രാജാവുമായ അമസ്യായെ ബന്ധിച്ച് ജെറുസലേമിൽ കൊണ്ടുവന്നു. ജെറുസലേം മതിൽ എഫ്രൈം കവാടം മുതൽ കോൺ കവാടം വരെ 400 മുഴം ഇടിച്ചു തകർത്തു. അവൻ ദേവാലയത്തിലെയും രാജഭണ്ഡാരത്തിലെയും സ്വർണവും വെള്ളിയും പാത്രങ്ങളും കൊള്ളയടിച്ചു. തടവുകാരെയും സമരിയായിലേക്ക് കൊണ്ടുപോയി. യഹോവാഷിൻ്റെ മറ്റു പ്രവർത്തനങ്ങളും ശക്തിപ്രഭാവവും യൂദാ രാജാവായ അമസ്യായോട് ചെയ്ത യുദ്ധവും ഇസ്രായേൽ രാജാക്കളുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. യഹോവാഷ് പിതാക്കന്മാരോട് ചേർന്നു ഇസ്രായേൽ രാജാക്കന്മാരോടൊപ്പം സമരിയായിൽ സംസ്കരിക്കപ്പെട്ടു. പുത്രൻ ജെറോബോവാം ഭരണമേറ്റു. യൂദാ രാജാവായ യോവാഷിൻ്റെ പുത്രൻ അമസ്യ ഇസ്രായേൽ രാജാവായ യഹോവാഹാസിൻ്റെ പുത്രൻ യഹോവാഷിൻ്റെ മരണത്തിന് ശേഷം 15 കൊല്ലം ജീവിച്ചു. അമസ്യായുടെ മറ്റു പ്രവർത്തനങ്ങൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ജെറുസലേമിൽ തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നതറിഞ്ഞ് അവൻ ലാഖീഷിലേക്ക് പലായനം ചെയ്തു. അവർ അവനെ അനുധാവനം ചെയ്ത് ലാഖീഷിൽ വച്ച് വധിച്ചു. അവർ അവനെ കുതിരപ്പുറത്ത് കൊണ്ടുവന്ന് ദാവീദിന്റെ നഗരമായ ജെറുസലേമിൽ പിതാക്കന്മാരോടൊപ്പം സംസ്കരിച്ചു. അനന്തരം യൂദാ നിവാസികൾ 16 വയസ്സുള്ള അസറിയ രാജകുമാരനെ പിതാവായ അമസ്യായുടെ സ്ഥാനത്ത് അവരോധിച്ചു. പിതാവിൻ്റെ മരണത്തിനു ശേഷം
അസറിയ ഏലാത്ത് വീണ്ടെടുത്തു പുതുക്കിപ്പണിതു. ജെറോബോവാം രണ്ടാമൻ ഇസ്രായേൽ രാജാവ് യൂദ രാജാവായ യോവാഷിന്റെ പുത്രൻ അമസിയായുടെ 15-ാം ഭരണവർഷം ഇസ്രായേൽ രാജാവായ യഹോവാഷിന്റെ പുത്രൻ ജെറോബോവാം സമരിയായിൽ ഭരണം തുടങ്ങി. അവൻ 41 വർഷം ഭരിച്ചു. അവൻ കർത്താവിന്റെ ദൃഷ്ടിയിൽ തിന്മ പ്രവർത്തിച്ചു. നെബാത്തിന്റെ പുത്രനായ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞില്ല. അവൻ ഇസ്രായേലിന്റെ അതിർത്തി ഹാമാത്ത് കവാടം മുതൽ ആരാബ കടൽ വരെ പുനഃസ്ഥാപിച്ചു. ഇത് അമിത്തായിയുടെ പുത്രനും ഗത്കേഫറിൽ നിന്നുള്ള പ്രവാചകനും കർത്താവിന്റെ ദാസനുമായ യോന വഴി ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്തത് അനുസരിച്ചാകുന്നു. ഇസ്രായേലിന്റെ ദുരിതം കഠിനമാണെന്ന് കർത്താവ് കണ്ടു. സ്വതന്ത്രനോ അടിമയോ ആയ ആരും അവശേഷിച്ചില്ല. ഇസ്രായേലിനെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു. ഇസ്രായേലിന്റെ നാമം ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റുമെന്ന് കർത്താവ് പറഞ്ഞിരുന്നില്ല. അതിനാൽ അവിടുന്ന് യഹോവാഷിന്റെ പുത്രനായ ജെറോബോവാമിന്റെ കരങ്ങളാൽ ഇസ്രായേലിനെ രക്ഷിച്ചു. ജെറോബോവാമിന്റെ മറ്റു പ്രവർത്തനങ്ങളും ശക്തിപ്രഭാവവും യുദ്ധങ്ങളും ദമാസ്കസിനെയും ഹമാത്തിനെയും യൂദായുടെ അധീനതയിൽ നിന്ന് വീണ്ടെടുത്ത് ഇസ്രായേലിനോട് ചേർത്തതും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ജെറോബോവാം ഇസ്രായേൽ രാജാക്കന്മാരായ തൻ്റെ പിതാക്കന്മാരോട് ചേർന്നു. പുത്രൻ സഖറിയ ഭരണമേറ്റു. കർത്താവിൻ്റെ വചനം.